ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെയും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെയും ഒരുക്കങ്ങളുടെ ഭാഗമായി നിരവധി ഭക്തജനങ്ങൾ ഞായറാഴ്ചയും വിശ്രമമില്ലാതെ പൊതുപണികളിലൂടെ ക്ഷേത്ര പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ക്ഷേത്രം ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ആളുകളാണ് ഞായറാഴ്ചയിലെ പൊതുപണിയിൽ ഏർപ്പെട്ടിരുന്നത്.
ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിനായി പ്രവർത്തിക്കുന്ന മാതൃസമിതി അംഗങ്ങളുടെ വാക്കുകളിലേക്ക്. സ്വാമിയെ ശരണമയ്യപ്പ. അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തോടും ഭാഗവത സപ്താഹ യജ്ഞവും ഈ മാസം നവംബർ 30 മുതൽ ഡിസംബർ 17 വരെയുള്ള കാലയളവിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള മുന്നോടിയായുള്ള പണികൾ നമ്മൾ മാതൃസമിതി അംഗങ്ങൾ ഇന്നിവിടെ തകൃതിയായി നടന്നു വരികയാണ്. എല്ലാ പണികളിലും എല്ലാ മാതൃസമിതി അംഗങ്ങളും തന്നെ പങ്കെടുത്ത് നല്ല ജനപങ്കാളിത്തമാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ടും ജനങ്ങളുടെ നമ്മുടെ മാതൃസമിതി അംഗങ്ങളുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ബ്രഹ്മകലശ മഹോത്സവത്തിലേക്കും ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്കും എല്ലാ മാതൃസമിതി അംഗങ്ങളെയും ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ശരണമയ്യപ്പ. ചെറുപുഴ അമ്പലത്തില് ഉത്സവം തുടങ്ങുന്നതിന്റെ മുന്നോടിയായി നമ്മുടെ എല്ലാ പ്രവർത്തകരും മാതൃസമിതി അംഗങ്ങളും എല്ലാവരും പൊതുപ്പണിയായും എല്ലാ വർഷത്തിനും വേണ്ടിയുള്ള ഒരുക്കം പൂർത്തിയായി. 30-ാം തീയതി മുതൽ നമ്മുടെ ഉത്സവം ആരംഭിക്കുന്നതാണ്. ധ്വജപ്രതിഷ്ഠ സപ്താഹ യജ്ഞവും 1-ാം തീയതി മുതൽ 17-ാം തീയതി വരെ മോശമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്. സ്വാമിയെ ശരണയ്യപ്പ. ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നവംബർ 30 മുതൽ ഡിസംബർ 17 വരെ നടത്തപ്പെടുകയാണ്. ഈ വേളയിൽ ഞങ്ങൾ മാതൃസമിതി രൂപീകരിച്ചത് മുതൽ 79 മുതൽ ഇത്രയും വർഷം 20 വർഷത്തോളം നമ്മൾ മാതൃസമിതി രൂപീകരിച്ചിട്ടായി. 15 യൂണിറ്റുകളുണ്ട് മാതൃസമിതിയിൽ, 4 ഏരിയകളും. അതിൽ എല്ലാ യൂണിറ്റിലുള്ള ആൾക്കാരും സജീവമായി അമ്പലത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും വേണ്ട എല്ലാ സൗകര്യങ്ങളും അമ്പലത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് വേണ്ട എല്ലാ സൗകര്യങ്ങളും നടത്തി വരികയാണ്. ഇന്ന് 100-100ഓളം പേർ ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ആകാംക്ഷപൂർവം ഇത് നല്ല രീതിയിൽ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോടുകൂടി ഞങ്ങൾ ഇരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ചേരുമെന്ന ഒരുക്കത്തോടു കൂടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും ഈ സന്നിധാനത്തിലേക്ക് വന്നു ചേരും എന്നുള്ള ഉറപ്പോടുകൂടി ഞങ്ങൾ എല്ലാവരെയും സാദരപൂർവം ക്ഷണിക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ ഇരുത്തം വരുന്നില്ല. വേഗം അമ്പലത്തിലേക്ക് വരണം, മറ്റുള്ള പണികൾ എടുക്കണം, എല്ലാവരെയും കണ്ട് സംസാരിക്കണം. എല്ലാവരോടും വല്ലാത്തൊരു എന്താ പറയണ്ടേ, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് ഇപ്പൊ അമ്പലം കാണുമ്പോൾ. ഗുരുവായൂരാണോ അല്ല മറ്റു പുണ്യക്ഷേത്രങ്ങളുടെ പ്രതീതി ജനിപ്പിക്കുന്ന വിധം ഞങ്ങളെ അമ്പലം ഒരുങ്ങിക്കഴിഞ്ഞു. അതിനു വേണ്ടി എല്ലാ മാതൃസമിതി അംഗങ്ങളും മറ്റ് ക്ഷേത്രം ഭാരവാഹികളും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കൂടെ ഞങ്ങളും ഒത്തൊരുമയായിട്ട് പ്രവർത്തിക്കും. ഉത്സവം തീരുന്നത് വരെ എല്ലാവരുടെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അമ്പലത്തിന്റെ ഉത്സവത്തിലേക്കോ ഭഗവാന്റെ സന്നിധാനത്തിലേക്കോ. ശരണയ്യപ്പ. 72-ാം ആണ്ട് ഉത്സവം അയ്യപ്പന് ഇവിടെ പനയോല ഷെഡിനകത്ത് ഒരു ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇവിടെ വരികയും അയ്യപ്പന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് വയസ്സ് 79ആയി. ഞാൻ ഇന്നും എൻ്റെ പ്രവൃത്തി അയ്യപ്പനിൽ മനസ്സർപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാലം വിഷമിപ്പിക്കാതെ എൻ്റെ ജീവൻ എടുക്കുമ്പോഴേ അയ്യപ്പന്റെ സന്നിധാനത്തിൽ വരികയും അവിടുത്തെ അടിമയായി പ്രാർത്ഥിക്കാൻ കഴിയുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. 2000-ലാണ് ഞാൻ ഇവിടെ വരുന്നത്. വന്ന കാലം മുതൽ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ ഞാൻ ഒരു അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. 2023-24 വർഷത്തേക്കുള്ള മഹനീയമായ ഈ അയ്യപ്പ ക്ഷേത്ര ഉത്സവത്തോട് അനുബന്ധിച്ച് എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പ്രവർത്തിക്കാനും ഈ 20 വർഷക്കാലം ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് സേവനം ചെയ്യാനും എല്ലാവിധ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കാനും ചെയ്തതിൽ എനിക്ക് ഈ അയ്യപ്പ ക്ഷേത്ര
ഭാരവാഹികളോടും ക്ഷേത്ര കമ്മിറ്റിയോടും എന്റെ ഭഗവാനോടും എനിക്ക് അധികമായ നന്ദി അർപ്പിക്കുന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.